ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശോകൻ വന്നിങ്ങനെ താലി പൊട്ടിക്കാനൊക്കെ ഒരുങ്ങണം കേട്ടോ. എന്നിട്ട് അശോകൻ പറയണ ഇങ്ങനെ ഒരു മൂദേവിയെ ഒരിക്കലും ഈ വീട്ടിൽ താമസിപ്പിക്കരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അശോകൻ പറയുന്ന സമയത്ത് അവിടെ വസുന്ധര ഇടപെടുന്നുണ്ട് കേട്ടോ. സ്വന്തം മകളെ ഒരിക്കലും ഒരച്ഛൻ ഇങ്ങനെ പറയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, സ്വന്തം മകളെ ഒരച്ഛൻ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അത്രമാത്രം കാര്യമുണ്ടാവും. ഈ മകള് എല്ലാവരുടെയും കുടുംബം തകർത്തിട്ടേ ഉള്ളൂ. ഗൗതമിൻ്റെ ജീവിതം നിധിയോടുള്ള പക വീട്ടാൻ മാത്രമാണ് നിങ്ങളുടെ മകനായ ഈ പ്രണവിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അല്ലാതെ അവൾക്കൊരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവാത്തതല്ല, നിങ്ങൾ മനഃപൂർവ്വം നിധിയെ കുറിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധര തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെ മകളുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ. കാരണം അവൾ ജീവിച്ചത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ്. ഇവൾ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്. ഇവളെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വസുന്ധര പറയണേ, നിങ്ങൾ മതി സംസാരിച്ചത്, ഇതെൻ്റെ വീടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഈ താലിയൊന്നും പൊട്ടിക്കാൻ ഞാൻ ഉള്ളിടത്തോളം സമ്മതിക്കില്ല. അതുകൊണ്ട് താലിയുടെ മാറ്റം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു അച്ഛനാണ് നിങ്ങൾ സ്വന്തം മകളുടെ കഴുത്തിൽ താലി അറുക്കാൻ നോക്കുന്നത്, ഒരു അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അശോകൻ പറയണേ, നിങ്ങൾക്ക് ബുദ്ധിയില്ല. നിങ്ങൾ മനഃപൂർവ്വം ഈ കുടുംബം തകർക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധി വരും. ആ സമയം നിങ്ങളിൽ നിന്നും എല്ലാം ഇവൾ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടാവും എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം അശോകൻ പറയണേ, എന്തായാലും ഞാനൊരു കാര്യം പറയുന്നത്, ഇനി എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പോവുമ്പോൾ എൻ്റെ മകൾ, ഈ നിൽക്കുന്ന ഇവൾ എൻ്റെ മനസ്സിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു, ഇവൾക്ക് ഞാൻ ബലി വെച്ചിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തൊരു മനുഷ്യനാണ്. സ്വന്തം മകൾ താലി കെട്ടിയ ഈ സമയം ബലിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, എന്ത് അസംബന്ധ വാക്കുകളാണ് നിങ്ങൾ ഈ ഉച്ചരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു വകയും കൊടുക്കില്ല കേട്ടോ ഇവിടെ അശോകൻ. അങ്ങനെ അശോകൻ അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ സമയം ശിവാനി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയണേ, അതെ, എനിക്ക് ഈ വീട്ടിൽ നിധിക്ക് എങ്ങനെയാണോ നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് അതേ സ്ഥാനം എനിക്കും കിട്ടണമെന്ന് പറയാൻ കേട്ടോ. പാറു പറയണ, നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. നീ ഞങ്ങളുടെ മരുമകനല്ല, അപ്പം ഇത് നിങ്ങളുടെ മകനല്ലേ, മകനായിരിക്കാം, പക്ഷേ അവന് ഞങ്ങൾ പറഞ്ഞ പെൺകുട്ടിയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ നിൽക്കുന്ന വസുന്ധര ആൻറ്റി നിധിയെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചില്ലേ, അതുകൊണ്ട് എന്നെയും നിങ്ങൾ സ്വീകരിക്കണം. ഇല്ല, സ്വീകരിക്കില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്നാൽ പ്രണവ് നമുക്ക് പോവാം, ഈ വീട്ടിൽ നമുക്ക് നിൽക്കണ്ട. അത് കേൾക്കുന്ന ഇവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. വസുന്ധര പോലും ഞെട്ടി. എന്താ സംബന്ധമാണ് ഇവളീ പറയുന്നത് എന്ന ഭാവത്തിൽ വസുന്ധര നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ശിവാനി പറയണേ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം, പക്ഷേ എൻ്റെ പ്രണവിന് കിട്ടേണ്ട ആ അവകാശം ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ മകൻ ഗൗതമാണെങ്കിൽ അവകാശം ഈ പറയുന്ന പ്രണവിനുണ്ട്, അതിൻ്റെ പാതി ഇവനും കിട്ടണമല്ലോ. ഈ വീട് രണ്ടായി മുറിച്ചേക്ക്. എന്താടി നീ പറയുന്നത്, എന്ത് നാവടി നീൻ്റെ ആരതി തട്ടിയിലെ തീ അടഞ്ഞില്ല, അപ്പോഴേക്കും നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നോ, എന്താടി നീ വിചാരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, ഞാൻ പറഞ്ഞതിൽ എന്താ അർത്ഥം, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, പ്രണവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ പ്രണവ് കല്യാണം കഴിച്ചു, ഗൗതമിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഗൗതം കല്യാണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും പ്രണവ് യോജിക്കുന്നത്, നിങ്ങൾക്ക് എതിർപ്പാണെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ, നിധിക്ക് കൊടുക്കുന്ന സ്ഥാനം എനിക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം, അത്ര തന്നെ. ഇറങ്ങുമ്പോൾ ഈ പറയുന്ന അവകാശങ്ങളെല്ലാം കിട്ടണം. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കണേ, എന്താ നീ പറഞ്ഞത്, വീട്ടിൽ വന്നു കയറിയില്ല, മണിക്കൂറുകളായില്ല, അപ്പോഴേക്കും രണ്ടായി പിരിക്കുന്നു, അവകാശമോ എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ, എന്താ കുഴപ്പമേട്ടാ, എൻ്റെ ഭാര്യ പറയുന്നത് എന്താ തെറ്റുള്ളത്, അവൾ അവകാശം ചോദിച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത്, ഏട്ടന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്നോ, നീ ആരടാ എന്ന് പറഞ്ഞ് അടിക്കാൻ അങ്ങ് കൈ ഓങ്ങണ്ടിട്ടാ. എന്നിട്ട് പ്രണവിൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വസുന്ധര മാറ്റുകയാണ്. അപ്പോൾ ഈ സമയം ശിവാനി പറയാം, മാറി നിൽക്ക്, നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ അനിയനായിട്ടുണ്ടാവും, തല്ലിയിട്ടും കൊല്ലിയിട്ടും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ ഇയാൾ എൻ്റെ ഭർത്താവാണ്, ഈ നിൽക്കുന്ന ആൾ എൻ്റെ ഭർത്താവാണെങ്കിൽ ഇവരുടെ ദേഹത്ത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക, ഈ ശിവാനി ആരാണെന്ന് അറിയുമെന്ന് പറയുമ്പോൾ അവിടെ ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം പറയണേ, എന്താടി നീ ചെയ്യുക, അതൊന്നും ഞാൻ കാണട്ടെ, നീ അടിച്ച എന്താ ചെയ്യുക, അതെനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് തറ ഭാഷയിൽ ഗൗതം അങ്ങ് വീണ്ടും പ്രണവിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വസുന്ധര അതിൽ ഇടപെടണം കേട്ടോ. അപ്പോൾ വസുന്ധര പറയണേ, എന്താടാ നീ കാണിക്കുന്നത്, നീ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഗൗതം, എന്താ നീ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ദേ എന്ന് പറഞ്ഞിട്ട് വസുന്ധരയെ അടിക്കാൻ വേണ്ടി ഗൗതം അങ്ങ് ചെല്ലണം കേട്ടോ. അമ്മയാണെന്നുള്ള സ്ഥാനം പോലും മറന്നിട്ട് ഗൗതം വസുന്ധരയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് വസുന്ധര ബാക്കിലോട്ട് വലിയാണ്. ഇതേ സമയം നിധി അവിടെ തടയാണ്. ഏട്ടാ ഗൗതം സാർ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തടയാണ് കേട്ടോ.
ഇതേ സമയം ശിവാനി പറയണേ, ആര് എന്തെന്നെ പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണത്, വായിട്ട് അലക്കത് നിർത്തടി, നീ എന്താടി ഇവിടെ കിടന്ന് ചിലക്കുന്നത്, നീ വന്ന് കയറുമ്പോഴേക്കും നിൻ്റെ സ്വഭാവം അങ്ങ് എടുത്തോ എന്ന് പറയുമ്പോൾ പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ. നിങ്ങളെന്താ ഇവിടെ സംസാരിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ അവകാശമില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമില്ല എന്ന് പ്രണവ് പറയാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതമിന് വീണ്ടും ദേഷ്യം പിടിക്കാനേ, ആരാടാ നീ സംസാരിക്കുന്നത്, എൻ്റെ ഭാര്യ, അതായത് നിൻ്റെ ഏട്ടത്തിയമ്മ, അങ്ങനെയാണെങ്കിൽ ഇത് എൻ്റെ ഭാര്യയാണെന്ന് അവിടെ ഗൗതം പറയണം. അപ്പോൾ ഉടൻ തന്നെ ശിവാനി അതിൽ ഇടപെടാൻ ശിവാനി പറയാം, മതി പ്രണവ് നിർത്തിയേക്ക്, നമുക്ക് ഇവരുടെ മുന്നിൽ നിന്ന് പോവാം, ഇവർക്ക് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന അവകാശങ്ങളൊന്നും ഇവർ തയ്യാറ് നിധിക്ക് കൊടുക്കുന്നത് എനിക്കും തരാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അവകാശം അതങ്ങ് തന്നേക്ക്, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം, അതോടുകൂടി ഇതിനൊരു തീർപ്പായില്ലേ എന്ന് പറയുമ്പോൾ, നീ വന്നില്ല അപ്പോഴേക്കും അവൾക്ക് അവകാശം, എന്താ നിൻ്റെ അച്ഛൻ ഇവിടെ സമ്പാദിച്ചു കൊടുന്നു വെച്ചാൽ നീ സമ്പാദിച്ചു കൊടുന്നു വെച്ചിട്ടുണ്ടോ, നിൻ്റെ അമ്മ സമ്പാദിപ്പിച്ച് കൊടുന്നു വെച്ചിട്ടുണ്ടോ, ദേ വായത്തൊന്നും ഇത് വിളിച്ച് പറഞ്ഞാൽ കേട്ട് നിൽക്കില്ല എന്ന് ശിവാനി പറഞ്ഞിട്ട് പ്രണവിനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോകാനേട്ടാ. എന്നാൽ ഈ സമയം പാറു അങ്ങ് തലതല്ലി കരയാണ്. അയ്യോ ഈശ്വരാ, എന്തൊരു വിധിയാണേ എന്ന് പറഞ്ഞിട്ട് പാറു കരയുന്ന സമയത്ത് ഉടൻ തന്നെ ഗൗതം സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ വസുന്ധരയുടെ നേർക്ക് പാറു അങ്ങ് ഓങ്ങാണ്. എന്താ വസു നീ കാണിച്ചത്, ഒരു കുടുംബം തകർത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലടി, എന്ത് മൂദേവിയെയാണ് നീ വിളിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് ചെല്ലുന്ന സമയത്ത് ഗോപി തടയാൻ വന്ന പാറു സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗോപി കൊണ്ടുപോകുമ്പോൾ ഗൗതമും പിന്നാലെ പോകാനേട്ടാ. ഇതേ സമയം നിധിയുടെ നേർക്ക് വസുന്ധരയുടെ എടുക്കുകയാണ്. എന്താടി ഇപ്പം എന്താ നിനക്ക് മനസ്സിലായത്, നീ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ വസുന്ധരയുടെ കാര്യം, എന്തിനാണ് ഞാൻ ശിവാനിയെ കൊണ്ടുവന്നത് നിനക്ക് മനസ്സിലായില്ല, അത് തന്നെ ഈ ചിഹ്ന ഭിന്നമാക്കാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് വസുന്ധര അങ്ങ് പോകുമ്പോൾ വല്ലാത്തൊരു സാധനം, എന്ത് പറഞ്ഞാലും തലച്ചോറില്ലാത്തവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിധി നിൽക്കൂട്ടാം. പിന്നീട് രാത്രിയാവണം. അങ്ങനെ വസുന്ധര അവിടെ ഇരിക്കുമ്പോൾ പാറുങ്ങ് കണ്ണു മുരുട്ടിയിട്ട് വരികയാണ്. എന്തിനായിട്ടത്തി എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത്, എന്തെങ്കിലും പറയാനോ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ, നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്, കുറേയൊക്കെ നാളായി നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നത്, ഇത്രയും നാളും ഞാൻ നിൻ്റെ ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു ക്ഷമിച്ചു നിന്നത് ഈ കുടുംബത്തിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയാണ്, എന്നാൽ നീ ഇപ്പോൾ കൊണ്ടുവന്ന ആ മുതവിയില്ലേ, അവളെ ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ആരതിയിൽ തീ അണയുന്നതിന് മുന്നേ അവൾ ഈ വീട് രണ്ടാക്കാൻ നോക്കി, ഇതേ എൻ്റെ മകൻ്റെ ജീവിതമാണ് നീ കേടുവരുത്തി. എൻ്റെ മകൻ്റെ ജീവിതം കേടുവരുത്തുമ്പോൾ എനിക്ക് നോക്കുകുത്തിയായി നിൽക്കാൻ കഴിയില്ല, എൻ്റെ മകനെയാണ് നീ വലിച്ചു കീറാൻ അവൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആഹാ, എന്തൊരു നല്ല ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത് എന്ന് വസുന്ധര കളിയാക്കിച്ചിരിക്കുമ്പോൾ പാറുവിടെ ഞെട്ടിപ്പോവാണ്. എന്താ ഇവർ ഇങ്ങനെ സംസാരിക്കുന്ന എന്ന ഭാവത്തിൽ പാറു ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം നിധി അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഇവർ കാണുന്നില്ല. അങ്ങനെ ഉടൻ തന്നെ വീണ്ടും പറയാണ്, ആഹാ, എന്ത് നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ചോദിക്കാൻ കാത്തിരുന്ന ആ ചോദ്യം നിങ്ങളിത് ചോദിക്കണം. കാരണം ഈ പറയുന്ന ഗൗതം എന്ന് പറയുന്ന ആളെ ഞാൻ എൻ്റെ മകനായി എടുത്ത് വളർത്തിയവനാണ്. അവൻ എൻ്റെ മകനാണെങ്കിൽ ആ മകൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരമ്മയാണ്. അവൻ്റെ ജീവിതമാണ് നിങ്ങൾ ഗോവിന്ദയാക്കി കളഞ്ഞത്. അതുപോലെ നിങ്ങൾ നൊന്ത് പ്രസവിച്ച മകനെ ഞാനും അങ്ങ് ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വേദന മനസ്സിലാക്കും. ഈ അമ്മയുടെ വേദന നിങ്ങൾ അറിയണമായിരുന്നു. അപ്പോൾ അത് കേൾക്കുന്ന പാറു പറയുന്നത്, ഇനി എൻ്റെ മകനല്ലല്ലോ ഗൗതം, പിന്നെ നിങ്ങൾ പ്രസവിച്ച മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നിധി കേൾക്കുന്നു കേട്ടോ. അങ്ങനെ നിധി ഗൗതം രണ്ടുപേരുടെയും മകനല്ല എന്ന സത്യം നിധി തിരിച്ചറിയണം കേട്ടോ. ഇനി കളികളൊക്കെ വേറെ ലെവലാണ്, കാണാൻ തന്നെ നല്ല രസമുള്ള. വസുന്ധരയെ പൂട്ടാൻ ഈ ശിവാനി തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ.